ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ബില്ല് ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ തേജസ്വി യാദവ് പറഞ്ഞു. എന്ത് പഠിച്ചിട്ടാണ് പറഞ്ഞത് എന്നറിയില്ല. കാരണം ഒരു വിഭാഗം ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകി ആരുടെയും സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ അനുകൂലമാണോ? അതിനെ എതിർക്കുന്നതാണോ ഭരണഘടനാ വിരുദ്ധം? വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭാ സ്പീക്കർ സമയം നൽകിയില്ലെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് തേജസ്വി യാദവ് ആരോപിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തുറന്ന ഈ വിഷയം പറഞ്ഞത്. രാജ്യത്ത് വിദ്വേഷം പടർത്തുന്ന ഈ ബില്ലിനെ നിയമസഭയിലും പാർലമെന്റിലും ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരാണ് ഞങ്ങൾ. ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിദ്വേഷം പടർത്താനും പരസ്പരം ഭിന്നിപ്പിക്കാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിന്റെ അജണ്ടയും ഇത് തന്നെയാണെന്നും തേജസ്വി യാദവ് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതിപക്ഷ പാർട്ടികളെ വിമർശിച്ചു. ഈ വിഷയത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഡബിൾ ഗെയിം കളിക്കുകയാണെന്നും ജനങ്ങളുടെ അവകാശങ്ങളെ അവർ അവഗണിക്കുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ച സംയുക്ത പാർലമെന്റ് കമ്മിറ്റി നീട്ടണം എന്നാവശ്യപ്പെട്ട് അസദുദ്ദീൻ ഒവൈസിയും മറ്റ് പ്രതിപക്ഷ എംപിമാരും ലോക്സഭാ സ്പീക്കറും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇപ്പോഴും മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിനിടയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. സമയപരിധി നീട്ടണം എന്ന ആവശ്യം സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ തള്ളിയതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സമയപരിധി നീട്ടണം എന്ന് ആവശ്യപ്പെട്ട് BJP അംഗം നിഷികാന്ത് ദുബെ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം സ്പീക്കറുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിഗണനയ്ക്കായി ഇന്നലെ പാർലമെന്റ് അനക്സിൽ ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിലാണ് നാടകീയമായ നീക്കങ്ങൾ അരങ്ങേറിയത്. ന്യൂനപക്ഷ വിഭാഗത്തെ ബാധിക്കുന്ന സുപ്രധാന ബില്ലിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നും സമയപരിധി നീട്ടണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം തള്ളിയ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ JPC റിപ്പോർട്ടിന്റെ കരട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്നാണ് അറിയിച്ചത്. തുടർന്ന് യോഗം ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് BJP MP നിഷികാന്ത് ദുബെയുടെ അപ്രതീക്ഷിതമായ നീക്കം. സമയപരിധി നീട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം ദുബെ അവതരിപ്പിച്ചു. പ്രമേയം സ്പീക്കറുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്കം മുതൽ ഇതുവരെ വഖഫ് ബില്ലിനെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ക്രിസ്ത്യൻ സമുദായം നൽകി വരുന്നത്. ക്രിസ്ത്യൻ പുരോഹിതർ ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും പഠിച്ച് അവലോകനം നടത്തുന്നുണ്ട് പല വേദികളിലും ചെന്നിട്ട്. അതുപോലെ ഈ വഖഫിന്റെ ഇരകളായ ആളുകൾ നിരാഹാര സമരവും മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവർ അവിടെ എത്തി നിറ സാന്നിധ്യം അറിയിക്കുകയും ഇരകളോടൊപ്പം ഐക്യപ്പെടുകയും വേട്ടക്കാർക്കെതിരെ രാജ്യം നമുക്ക് അനുവദിക്കുന്ന രൂപത്തിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്ക് ഒരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് ഇപ്പോൾ ഇവർ വച്ചിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കാനും. പക്ഷേ അത് തൽക്കാലം ഇവരെ ഒന്ന് അനുനയിപ്പിക്കാനും ശാശ്വതമായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല. തൽക്കാലം ഈ സമരമുഖത്ത് നിന്ന് ഇവരെ ഒന്ന് പിന്തിരിപ്പിക്കണം. ഇത് മാത്രമാണ് ലക്ഷ്യം. ബാധിക്കുകയും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് വഖഫ് നിയമം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ അതൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഖഫ് നിയമത്തെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും അതിനെക്കുറിച്ച് അപകീർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഫാദർ ജോഷി മയ്യാറ്റ്. അദ്ദേഹം നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായും പങ്കുവയ്ക്കുകയാണ്. അച്ഛാ നമസ്കാരം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്പം അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമരക്കാരുമായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. അദ്ദേഹം അതിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നത്?
ഓൺലൈൻ മീറ്റിംഗ് നടത്തി. ഓൺലൈൻ മീറ്റിംഗ് മതിയായിരുന്നോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ഒന്നാമതായിട്ടുള്ളത്. ഇതുപോലൊരു വിഷയം, ഇത്രയ്ക്ക് ജീവൽപരമായ ഇത്രയ്ക്ക് പ്രശ്നമുള്ള ആളുകളുടെ അതിന് ഒരു ഓൺലൈൻ മീറ്റിംഗ് മതിയായിരുന്നോ? 2, ആ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത ഒരാൾ എങ്ങനെ കയറി? അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നത് അതുപോലും ഗൂഢോദ്ദേശത്തോടെയാണോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2, ഓൺലൈൻ മീറ്റിങ്ങിലൂടെ അദ്ദേഹം പറഞ്ഞത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നു എന്നാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് രാമേന്ദ്രൻ നായർ. പക്ഷേ അദ്ദേഹം നിയമിതനായി ഉടനെ തന്നെ മാതൃഭൂമി ചാനലിന് കൊടുത്ത ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, രേഖകളെല്ലാം ഈ മുൻപോക്തുകാരുടെ രേഖകളെല്ലാം പരിശോധിച്ച് നിയമപരമായി കുടിയൊഴിപ്പിക്കാൻ ആവൂ എന്നുള്ളതാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഓൺലൈൻ മീറ്റിംഗ് കൂടി മുഖ്യമന്ത്രി അറിയിച്ച തീരുമാനം അവരെ രേഖകളൊക്കെ നോക്കി ഒഴിപ്പിക്കേണ്ടവർ ഒഴിപ്പിക്കുക, അല്ലാത്തവരവിടെ നിർത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണല്ലോ മുനമ്പംകാരുടെ വാദം. അപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കുമ്പോൾ എന്താണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്യേണ്ടത്? അപ്പോൾ വളരെ വ്യക്തമായിട്ടും എനിക്ക് പറയാനുള്ളത്, 1, അതിനൊരു ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസിൽ തീർച്ചയായിട്ടും വരേണ്ട കാര്യം 1, 2008 നിയമിച്ച നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷൻ ഈ മുനമ്പം ഭൂമിയെ സംബന്ധിച്ച് കൊടുത്ത റിപ്പോർട്ട്, അത് നമ്പർ 15 ആണ്, 15ാമത്തെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ പ്രൊസീജിയറൽ ആയിട്ടുള്ള ഇൻകറക്റ്റ്നെസ് ഉണ്ടായിട്ടുണ്ടോ? അത് പുനഃപരിശോധിക്കണം. അന്വേഷിക്കേണ്ട കാര്യങ്ങളെല്ലാം നിസാർ കമ്മീഷൻ അന്വേഷിച്ചോ? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈയിടെ പുറത്തു വന്നു പ്രൊഫസർ കെ എ ജലീൽ, അദ്ദേഹം ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, ഒപ്പം ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. എന്ന് മാത്രമല്ല തുടക്കം മുതലേ ഈ വിഷയങ്ങൾ അറിയാവുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, സിദ്ദിഖ് സേട്ടു 1 ലക്ഷം ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു ഫറൂഖ് കോളേജിന് ഇത് നൽകിയത് എന്ന് കൃത്യം പറയാം. അപ്പോൾ വില നിശ്ചയിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇതെങ്ങനെ വഖഫാകും? പോട്ടെ, ഇതൊരു ദാനാധാരം പോലും ആകുമോ? ആവില്ല. പിന്നെ ഇത് ഒരു വിൽപ്പനയായിരുന്നു എന്ന് വരില്ലേ? അതായത് നിസാർ കമ്മീഷൻ്റെ ആ പ്രൊസീജിയേഴ്സ് ശരിയായിരുന്നോ എന്നുള്ളത് ഈ ടേംസ് ഓഫ് റെഫറൻസിൽ പരിശോധിക്കാനായി ഈ ജുഡീഷ്യൽ കമ്മീഷന് ടേംസ് ഓഫ് റെഫറൻസിൽ അത് വരണം. 2008 ഈ പറയുന്ന പ്രൊഫസർ കെ എ ജലീൽ ജീവിച്ചിരിപ്പുണ്ട്. 2012 അദ്ദേഹം മരിക്കുന്നത്. എന്തുകൊണ്ട് ഈ നിസാർ കമ്മീഷൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പരാമർശത്തിൻ്റെ അതിൻ്റെ വിശദീകരണം ചോദിക്കുകയും ചെയ്തില്ല? 2 കൂട്ടർക്കും പ്രധാനപ്പെട്ട ആളല്ലേ. ഫാറൂഖ് കോളേജിനും പ്രധാനപ്പെട്ട ആളാണ്, വഖഫ് ബോർഡിനും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? മറ്റൊന്ന്, നിസാർ കമ്മീഷനാണ് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടത് ഈ മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പറയണം. അത് അതിനുള്ള കപ്പാസിറ്റി അവർക്കേ ഉള്ളൂ. പക്ഷേ അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ ഇത് വഖഫ് ഭൂമിയാണെന്ന് ഓർഡർ ഇട്ടത് നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ നമ്പർ 7 പറഞ്ഞിരിക്കുന്നതാണ്, ഓർഡേർഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഓർഡർ ഇട്ടത് അന്വേഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടായിരുന്നോ? അപ്പോൾ രണ്ടാമത്തെ ടേംസ് ഓഫ് റെഫറൻസിൽ വരേണ്ട രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വഖഫ് ബോർഡ് ചെയർമാൻ മുനമ്പത്തെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചത് വേണ്ട എല്ലാ അന്വേഷണങ്ങളും നടത്തിയിട്ടാണോ? 1, ഈ ഭൂമി സിദ്ദിഖ് സേട്ടുവിൻ്റെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നെങ്കിൽ അത് സത്താർ സേട്ടു കൊടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊരു പാട്ടവക ഭൂമിയായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചോ? ഇനി അങ്ങനെയല്ല എങ്കിൽ, പാട്ടവക ഭൂമി അല്ല എങ്കിൽ അവരത് പറയട്ടെ. എന്തുകൊണ്ടാണ് മട്ടാഞ്ചേരി രജിസ്റ്റർ ഓഫീസിൽ വളരെ ക്രൂഷ്യലായ ആ വിൽപത്രത്തിൻ്റെ ഡോക്യുമെൻ്റ് എന്തുകൊണ്ടാണ് പൊടിഞ്ഞിരിക്കുന്നത്? അപ്പുറം ഇപ്പുറമുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും വളരെ ഭംഗിയായിരിക്കുമ്പോഴും എങ്ങനെയാണ് അവിടുത്തെ ഡോക്യുമെൻ്റ് അത് പൊടിഞ്ഞു പോയത്? അപ്പോൾ എന്താ ഇതിൻ്റെ പിന്നിൽ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലേ? അതുകൊണ്ട് രണ്ടാമത്തേതായി വരേണ്ടത് വഖഫ് ബോർഡ് ചെയർമാൻ്റെ ഈ വഖഫാക്കിയുള്ള പ്രഖ്യാപനം, അത് എല്ലാ പ്രൊസീജിയേഴ്സും കീപ്പ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ സർക്കാരിന് ഇത് കിട്ടട്ടെ, നിയമോപദേശം കിട്ടട്ടെ. സത്യത്തിൽ മുനമ്പംകാരെന്താ പറഞ്ഞത്? ഇത് വഖഫ് ഭൂമിയല്ല. ഇനി വഖഫ് ഭൂമി ആകണമെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട്, ഇത് മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അത് സുപ്രീം കോടതി വിധിയുള്ളതാണ്. അപ്പോൾ സർവേ നടത്താത്ത, അത് കൃത്യമായി അളന്ന് കൃത്യമായിട്ട് ഇന്ന സ്ഥലം കൃത്യമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? അതില്ലാതെ എങ്ങനെ വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കും? 2009 അത്തരമൊരു പ്രഖ്യാപനം വഖഫ് ബോർഡ് ചെയർമാൻ നടത്തിയപ്പോൾ ഈ അളവ് നടന്നോ? നാട്ടുകാർ പറയുന്നു നടന്നിട്ടില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, അവരവിടെ താമസിക്കുന്നവരല്ലോ.
നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് വക്കഫായിട്ട് മാറും? ഇങ്ങനെയുള്ള ഗുരുതരമായ വിഷയം ഇതാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നീട് മുഖ്യമന്ത്രി സംസാരത്തിലായി ഇന്നലെ മറ്റോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വഖഫ് ഭൂമിയിൽ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കുകയില്ല, അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോഴും വഖഫ് ഭൂമി ഇവിടെയാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് ഈ ടേംസ് ഓഫ് റെഫറൻസിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊരു സ്റ്റാറ്റ്യൂട്ടറി, അതായത് ഇത് വഖഫ് ഭൂമിയാണ് എന്നിവർ സാക്ഷ്യപ്പെടുത്തുവാണ്. സാധാരണ ഈ മുനമ്പത്തെ ആളുകൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫിന് വേണ്ടി കൊടുക്കാൻ ഇത് വഖഫിൻ്റേത് തന്നെയാണ് എന്ന് നിരന്തരം പറഞ്ഞു ആടിനെ പട്ടിയാക്കുന്ന പേപ്പട്ടിയാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ശക്തമായ രൂപത്തിൽ ഈ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഈ ക്രിസ്തീയ പുരോഹിതന്മാരുണ്ടല്ലോ, ഇവർ ഈ നാടിനെ കുറിച്ച് തിരിച്ചറിഞ്ഞവരാണ്. മതമൗലികവാദ രാഷ്ട്രീയത്തിൻ്റെ, ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത്. നന്ദി.